മാറാകട്ടെ. ഒരിക്കൽ കൂടി അമ്മണിയമ്മയെ കേൾക്കുവാൻ സാധിച്ചു, കാണുവാൻ സാധിച്ചില്ല. ക്യാമറ ഓപ്പൺ അല്ല. അമ്പിളി സിസ്റ്റർ, സിറ്റിസൺ, അതേപോലെ തന്നെ വത്സമ മാം, ഇവരെല്ലാം നമ്മുടെ കൂടെ ഉള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. നാളെ കുരുവിള സാറിന്റെ കണ്ണ് ഓപ്പറേഷനുമായിട്ടുള്ള ചികിത്സകൾ നടക്കുന്നു. അതിലേക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. അതേപോലെ തന്നെ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകാം. അമ്മിണിയമ്മയെ വളരെ ദിവസം കഴിഞ്ഞിട്ടാണ് ഇതിലൂടെ കാണുന്നത്. വളരെയധികം സന്തോഷമുണ്ട് കാണുന്നതിൽ. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. വത്സമ മാം പറഞ്ഞതുപോലെ നാം ഇന്ന് 4ാമത്തെ പാഠമാണ് പഠിക്കുന്നത്. രാഷ്ട്രങ്ങൾ ഭാഗം 1. 2 ഭാഗങ്ങളായിട്ടാണ് ഈ പാഠം നമ്മോട് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മെ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന് രാഷ്ട്രങ്ങൾ ഭാഗം 1 4ാമത്തെ പാഠമായിട്ടും, രാഷ്ട്രങ്ങൾ ഭാഗം 2 5ാമത്തെ പാഠമായിട്ടുമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതിന്റെ ആദ്യത്തെ ഭാഗമാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുവാൻ പോകുന്നത്. നമുക്ക് ലഭിച്ചിരിക്കുന്ന മനപ്പാഠവാക്യം ഇവിടെ മാം വായിച്ചതുപോലെ ദാനിയേലിന്റെ പ്രവചനം 7ാം അധ്യായം അതിന്റെ 14ാമത്തെ വാക്യം. സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവൻ ആധിപത്യവും മഹത്വവും രാജ്യത്വവും ലഭിച്ചു. അവന്റെ ആധിപത്യം നീങ്ങിപ്പോകാതെ നിത്യാധിപത്യവും അവന്റെ രാജ്യത്വം നശിച്ചു പോകാത്തതും ആകുന്നു. ഈ തിരുവന ഭാഗങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ദൈവമേ, അടിയങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ ദൈവ വചനം ധ്യാനിക്കുവാൻ ഇരിക്കുമ്പോൾ ദൈവമേ, അനുഗ്രഹത്താൽ അങ്ങ് നിറയ്ക്കണമേ, ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. എല്ലാം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. രാഷ്ട്രങ്ങൾ. ഇന്ന് നമ്മൾ ഇന്ത്യ മഹാരാജ്യത്താണ് നാം ജീവിക്കുന്നത്. അനേക രാജ്യങ്ങൾ നമുക്ക് ഈ ഭൂമിയിലുണ്ട്. ഇന്ന് ഈ രാജ്യങ്ങളിൽ ഏറ്റവും ഉന്നതി അല്ലെങ്കിൽ ഏറ്റവും ബലമേറിയ എല്ലാ രാജ്യങ്ങളിലും വെച്ച് ഏറ്റവും പ്രഥമ സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഏതാണ്? ഇന്നത്തെ രാജ്യത്തെക്കുറിച്ച് നാം ലോകത്ത് നോക്കുകയാണെങ്കിൽ ആധുനിക രീതി അനുസരിച്ചും ആയിട്ടുള്ള രീതിയിലും ബലമായിട്ട് അമേരിക്ക, തീർച്ചയായും അമേരിക്കയാണ് ഇന്ന് ഏറ്റവും ബലമായി നിൽക്കുന്ന രാജ്യം. എന്നാൽ നമ്മൾ ദാനിയേലിന്റെ പ്രവചനം 7ാം അധ്യായം 14ാമത്തെ വാക്യം വായിക്കുമ്പോൾ സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവൻ ആധിപത്യവും മഹത്വവും രാജ്യത്വവും ലഭിച്ചു. അവന്റെ ആധിപത്യം നീങ്ങിപ്പോകാതെ നിത്യാധിപത്യം അവന്റെ രാജ്യത്വം നശിച്ചു പോകാത്തതും ആകുന്നു. ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രാജ്യത്വം ഈ ഭൂമിയിൽ ഉണ്ടാകും എന്നും ഈ ഭൂമിയിലുള്ള മറ്റെല്ലാ രാജ്യങ്ങളിലും ദൈവഭാഗത്ത് നിൽക്കുന്ന ദൈവത്തിന്റെ മക്കൾ, അത് ലീഡേഴ്സ് ആയിക്കോട്ടെ, രാജ്യത്തിന്റെ തലവനായിക്കോട്ടെ, രാജ്യത്തിന്റെ പൗരനായിക്കോട്ടെ, സഭയുടെ പാസ്റ്റർ ആയിക്കോട്ടെ, സഭയുടെ വിശ്വാസികളായിക്കോട്ടെ, സഭയുടെ തലപ്പത്തിരിക്കുന്നവരായിക്കോട്ടെ, അത് റോമൻ കാത്തലിക് സഭയായിക്കോട്ടെ, സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ് സഭയായിക്കോട്ടെ, മറ്റ് പ്രൊട്ടസ്റ്റന്റും ലൂതർ മിഷൻ സഭയായിക്കോട്ടെ, ദൈവത്തെ അനുസരിക്കുന്ന ദൈവത്തിന്റെ മക്കൾ, വിശുദ്ധർ, കർത്താവായ യേശു ക്രിസ്തു സ്ഥാപിക്കുന്ന രാജ്യത്ത് അവരുടെ മുൻപാകെ സേവിക്കുവാനുള്ള, അല്ലെങ്കിൽ ആ ദൈവരാജ്യത്തിൽ പോകുവാനുള്ള ഒരു അനുഗ്രഹം ലഭിക്കും എന്നിവിടെ എഴുതിയിരിക്കുകയാണ്. അതിനു പുറമെ നാം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇവിടെ
എല്ലാ രാജ്യങ്ങളെയും തകർത്തുകൊണ്ട് ദൈവത്തിന്റെ സ്വർഗരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കും എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഈ രാഷ്ട്രങ്ങളെ കുറിച്ച് നാം എന്താണ് പഠിക്കേണ്ടിയിരിക്കുന്നത്? ദൈവത്തിന്റെ രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കുമല്ലോ, അപ്പോഴെന്തിനാണ് മറ്റ് രാഷ്ട്രങ്ങളെ കുറിച്ച് നാം പഠിക്കേണ്ടത്? ദാനിയേലിന്റെ പ്രവചനം 7-ാം അധ്യായം ഉടനീളം വായിക്കുമ്പോൾ ജലപ്രളയത്തിന് ശേഷം പിശാച് ദൈവത്തിന്റെ മക്കളെ അടിമപ്പെടുത്തുവാനും ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊണ്ട് വിശുദ്ധന്മാരുടെ സാക്ഷ്യം വഹിക്കുന്നവർ അവരെ നശിപ്പിക്കുവാനും ദൈവത്തിന്റെ വചനം നശിപ്പിക്കുവാനും വേണ്ടി പിശാച് ജലപ്രളയത്തിന് ശേഷവും യേശുക്രിസ്തു വരുന്നതിന് മുൻപും ചില രാഷ്ട്രങ്ങൾ എന്തു ചെയ്യുന്നു? ദൈവ മക്കളെ അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനത്തെ ഇവിടെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. അപ്പോൾ ആ രാജ്യങ്ങൾ, രാഷ്ട്രങ്ങൾ ഏതൊക്കെയാണ്? അത് എന്തിനെയാണ്, അല്ലെങ്കിൽ ആ രാഷ്ട്രങ്ങൾ എത്രമാത്രം, അല്ലെങ്കിൽ എത്ര രാഷ്ട്രങ്ങളെയാണ് ഇവിടെ പറയുന്നത് നോക്കിക്കഴിഞ്ഞാൽ, ഇവിടെ നാം ദാനിയേലിന്റെ പ്രവചനം 7-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ 4 രാജ്യങ്ങളെ കുറിച്ച് പറയുകയാണ്. ഇതിന്റെ അതേ വിവരണമാണ് വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ പോകുമ്പോൾ അവിടെ 7 രാജ്യങ്ങളെ കുറിച്ച് പറയുന്നു. അപ്പോൾ ഇവിടെ കർത്താവായ ദൈവം ഈ ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം, ദാനിയേലും വെളിപ്പാടും നാം ഒരുമിച്ച് വായിക്കുമ്പോൾ പിശാച് ദൈവത്തിന്റെ വചനത്തെ നശിപ്പിക്കുവാനും ദൈവ മക്കളെ നശിപ്പിക്കുവാനും തെരഞ്ഞെടുക്കുന്ന രാജ്യങ്ങൾ 7 മഹാരാജ്യങ്ങളാണ് എന്നതിനെ കുറിച്ച് വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കും. ആ 7 രാജ്യങ്ങൾ അതാത് കാലഘട്ടങ്ങളിൽ ഇവിടെ പിശാച് തെരഞ്ഞെടുക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവ് വരെയും, എപ്പോൾ മുതൽ? ജലപ്രളയത്തിന് ശേഷവും കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവ് വരെയും. അപ്പോൾ ആ രാജ്യങ്ങളുടെ, ഈ രാഷ്ട്രങ്ങൾ, ഇവിടെ ആദ്യ ഭാഗം പറയുന്നത് പല രാഷ്ട്രങ്ങൾ പ്രധാനപ്പെട്ടതായിട്ട് അതാത് കാലഘട്ടങ്ങളിൽ 7 രാജ്യങ്ങൾ ഉയർന്നു വരികയും ദൈവത്തിനെതിരായി നിൽക്കുകയും ദൈവത്തിന് വചനത്തിനെതിരായി നിൽക്കുകയും ചെയ്യുന്നു. എന്നാൽ ആ രാഷ്ട്രങ്ങളെല്ലാം തകർത്തുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം ഈ ഭൂമിയിൽ സ്ഥാപിക്കും എന്നതിനെ കുറിച്ചാണ് ഈ പാഠത്തിന്റെ ശനിയാഴ്ച സായാഹ്ന ഭാഗത്ത് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. ഇവിടെ ഞായറാഴ്ചത്തെ ഭാഗത്തിൽ നോക്കുമ്പോൾ ഞാൻ മുന്നമേ പറഞ്ഞതുപോലെ ദാനിയേൽ പ്രവചനത്തിനും വെളിപ്പാട് പുസ്തകത്തിലും വായിക്കുമ്പോൾ 7 രാഷ്ട്രങ്ങൾ, 7 പ്രധാന രാജ്യങ്ങൾ ജലപ്രളയത്തിന് ശേഷവും യേശുക്രിസ്തുവിന്റെ വരവിന് മുൻപും ഉടലെടുക്കുകയും അത് ദൈവത്തിനെതിരെ പ്രവർത്തിക്കുകയും ദൈവദാസന്മാർക്കെതിരെ പ്രവർത്തിക്കുകയും ചെയ്യും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഞായറാഴ്ചത്തെ ഭാഗത്ത് ഈ രാഷ്ട്രങ്ങളുടെ ഉത്ഭവം, അല്ലെങ്കിൽ ആദ്യം ഏത് രാജ്യമാണ്, ഈ രാഷ്ട്രങ്ങളുടെ ഉത്ഭവത്തെക്കുറിച്ച് ഇവിടെ ഞായറാഴ്ചത്തെ ഭാഗത്തിൽ ഇവിടെ പറയുകയാണ്. നിമ്രോദും നിനവയും. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിമ്രോദും നിനവയും. യോനയെ അയക്കുന്ന ഒരവസ്ഥ, ആ രാജ്യം പല പ്രതിസന്ധിയിലൂടെ കടന്നു പോയപ്പോൾ യോനയെ ദൈവം അയക്കുന്ന രക്ഷപ്പെടുവാൻ ഒരു വഴി ഒരുക്കാൻ വേണ്ടി. ഓക്കെ, നിനവേ രാജ്യം രക്ഷപ്പെട്ടോ? ബൈബിൾ വായിക്കുമ്പോൾ തീർച്ചയായും രക്ഷപ്പെട്ടു.
അവർ മാനസാന്തരപ്പെട്ടു. പക്ഷേ പിന്നത്തേൽ ബൈബിൾ വായിക്കുമ്പോൾ വീണ്ടും അവർ ദൈവത്തിൽ നിന്നും അകന്നുപോയി എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നിനവെ എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് കുരുള് മാഡം അല്ലെങ്കിൽ വത്സമ മാഡം പറഞ്ഞു. അപ്പോൾ നിമ്രോദ് ആരാണ്? അവിടുത്തെ രാജാവല്ലേ? നിമ്രോദ് രാജാവ്. ഓക്കെ ഓക്കെ, തീർച്ചയായിട്ടും അത് രാജാവ് എന്നതിനേക്കാളും രാജാവായിരുന്നു. എന്നാൽ അതിനേക്കാളും വേറൊരു വാക്ക് നമുക്ക് അതിൽ ഉപയോഗിക്കാവുന്ന. നമുക്ക് വായിക്കാം ഉൽപ്പത്തിയുടെ പുസ്തകം 10-ാം അധ്യായം അതിന്റെ 6, 7, 8, 9, 10, 11 വാക്യങ്ങൾ. 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ഉൽപ്പത്തിയുടെ പുസ്തകം 10-ാം അധ്യായം അതിന്റെ 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ഹാമിന്റെ പുത്രന്മാർ കൂശ്, മിസ്രയീം, പൂത്ത്, കനാൻ. കൂശിന്റെ പുത്രന്മാർ സെബ, ഹവീല, സത്ത, രമ, സപ്തേക്ക. രമയുടെ പുത്രന്മാർ ശെബയും ദദാനും. കൂശ് നിമ്രോദിനെ ജനിപ്പിച്ചു. അവർ നിമ്രോദിനെ ജനിപ്പിച്ചു. അപ്പോൾ നിമ്രോദ് നോഹയുടെ വംശാവലിയാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഓക്കെ, കൂശ് നിമ്രോദിനെ ജനിപ്പിച്ചു. അവൻ ഭൂമിയിൽ ആദ്യ വീരനായിരുന്നു. അവൻ യഹോവയുടെ മുൻപാകെ നായാട്ടു വീരനായിരുന്നു. അതുകൊണ്ട് യഹോവയുടെ മുൻപാകെ നിമ്രോദിനെ പോലെ നായാട്ടുവീരൻ എന്ന പഴഞ്ചൊല്ലായി. അവന്റെ രാജ്യത്തിന്റെ ആരംഭം ശിനാർ ദേശത്ത് ബാബേൽ, അക്കാദ്, കൽനെ എന്നിവയായിരുന്നു. ആ ദേശത്ത് നിന്ന് അശൂർ പുറപ്പെട്ടു നിനവെ, രഹോബോത്ത് പട്ടണം, കാലഹ്, നിനവേക്കും കാലഹിനും മധ്യേ മഹാനഗരമായ രസൻ എന്നിവ പണിതു. ഇവിടെ നിമ്രോദാണ് ഷീനാർ ദേശം കണ്ടെത്തിയതും നിനവെ കണ്ടെത്തിയതും എന്ന് പറഞ്ഞു. ഷീനാർ ദേശത്തിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ബാബേൽ ഗോപുരം ഷീനാർ ദേശത്താണ് ഇവിടെ പണിതത്. നോഹയുടെ വംശാവലിയാണ് നിമ്രോദ്. നിമ്രോദാണ് നിനവെ പട്ടണം അവിടെ കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ അതിന്റെ സൃഷ്ടാവ്. ഇപ്പൊ രാജാവെന്ന് മാം പറഞ്ഞപ്പോൾ ശരി തന്നെയാണ്. പക്ഷെ അതിനേക്കാളും ആ പട്ടണത്തെ പണിത വ്യക്തിയുടെ സൃഷ്ടാവ് എന്ന് തന്നെ പറയുവാൻ സാധിക്കും. ഇവിടെ നിമ്രോദ് എന്ന് പറയുന്ന ഇത് യഹോവയ്ക്ക് മുൻപാകെ നായാട്ടു വീരനായിരുന്നു. അപ്പോൾ ചിലവ് നിമ്രോദ് യഹോവയുടെ ദാസൻ എന്ന് ചില വ്യക്തികൾ തെറ്റായി ധരിക്കാറുണ്ട്. എന്നാൽ നിമ്രോദ് പണിത പട്ടണങ്ങളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ യഹോവയ്ക്ക് എതിരെ നിന്ന ഒരു നായാട്ടുവീരനും പട്ടണം പണിത ഒരു ദുഷ്ട രാജാവുമാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ നമ്മൾ രാഷ്ട്രങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ യഹോവയുടെ വചനത്തെയും യഹോവയുടെ മക്കളെയും കൊന്നൊടുക്കുന്ന രാഷ്ട്രങ്ങളുടെ ആരംഭത്തെ കുറിച്ചാണ് നാം ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാം ഈ ഭാഗങ്ങൾ പഠിക്കുന്നത് ജലപ്രളയത്തിന് ശേഷവും യേശുക്രിസ്തുവിന് വരവിന് മുൻപും 7 മഹാരാജ്യങ്ങൾ യേശുക്രിസ്തുവിനും ദൈവരാജ്യത്തിനും എതിരായി നിൽക്കും. ആ രാഷ്ട്രങ്ങളുടെ ആദ്യത്തെ രാജ്യം ഏതാണ്, അതിന്റെ ഉത്ഭവം എന്താണെന്നെ കുറിച്ചാണ് നാം മനസ്സിലാക്കുന്നത് ഞായറാഴ്ചത്തെ ഭാഗത്ത്. നിമ്രോദും നിനവയും. അപ്പോൾ നിമ്രോദിനെ പല വ്യക്തികളും കുറിച്ച് നോക്കുകയാണെങ്കിൽ നിമ്രോദ് ശപിക്കപ്പെട്ടവനും യഹോവയുടെ രാജ്യത്തിന് എതിരായി പ്രവർത്തിച്ചവനും ഒന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒന്ന്, നിമ്രോദ് നിനവെ പട്ടണം കണ്ടെത്തി അല്ലെങ്കിൽ പണിതു. 2, ഷീനാർ ദേശം. ഇവിടെ ഷീനാർ ദേശത്ത് പണിത പട്ടണം എന്ന് പറയുന്നത് ബാബേൽ ഗോപുരം. അപ്പോൾ ബാബേൽ ഗോപുരത്തെ കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് അല്ലെങ്കിൽ നമ്മോട് വിവരിക്കുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകം 11-ാമത്തെ അധ്യായമാണ്. ഇതിൽ 10-ാമത്തെ അധ്യായമാണ് നാം പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് വ്യക്തമാണ് ഈ ബാബേൽ ഗോപുരം പണിയുവാൻ ഒരു ലീഡറായി നിന്ന്
ഒരു ലീഡറായി നിന്ന് പ്രവർത്തിച്ചത് നിമ്രോദാണ്. അല്ലെങ്കിൽ അതൊരു രാഷ്ട്രമാക്കുവാൻ ബാബേൽ നമുക്ക് ഒരു പട്ടണം പണിയണം, ആ പട്ടണത്തിന്റെ നടുക്ക് ഒരു ഗോപുരം പണിയണം, നമ്മൾ ചിതറിപ്പോകാതിരിക്കുവാൻ അതിനൊരു പേരുമിടണം. വേറൊരു അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഷീനാർ ദേശത്തെ നമുക്ക് ഒരു രാഷ്ട്രം പണിയണം എന്ന് ഇവിടെ പറയുകയാണ്. എന്നാൽ ഇവിടെ നാം നോക്കുമ്പോൾ ഇവിടെ നിമ്രോദിനെ കുറിച്ച് ഇവിടെ പറയുന്നത് കാലേഗ്, നിനവേ, കാലേഗിന് മധ്യേ മഹാനഗരം. അതായത് ആ ദേശത്ത് അശൂർ പുറപ്പെട്ടു, അസ്രിയ രാജ്യം. ആദ്യമായി ദൈവമക്കളെ അടിമയാക്കി കൊണ്ടുപോയ രാജ്യമാണ് അസൂർ രാജ്യം അല്ലെങ്കിൽ അസ്രിയ രാജ്യം. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം അതിന്റെ 1ഉം 2ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് വായിക്കുവാൻ കഴിയുന്നത് 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജമുടിയും തലയിൽ ദൂഷണ നാമങ്ങളുമായുള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്നും കയറുന്നത് ഞാൻ കണ്ടു. ആ മൃഗത്തിന് പുള്ളിപ്പുലിക്ക് സദൃശവും കരടിയുടെ കാലും സിംഹത്തിന്റെ വായും ഉണ്ടായിരുന്നു. അതിന് മഹാസർപ്പം, പിശാച്, സാത്താൻ അതിന്റെ ശക്തിയും അധികാരവും സിംഹാസനവും നൽകി എന്നിവിടെ പറയുന്നു. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് പിശാച് ശക്തിയും സിംഹാസനവും അധികാരവും നൽകിക്കൊണ്ട് 7 തലയുള്ള മൃഗം 7 മഹാരാജ്യങ്ങളെ ജലപ്രളയത്തിന് ശേഷവും യേശുക്രിസ്തുവിന്റെ വരവിന് മുൻപും 7 മഹാരാജ്യങ്ങളുടെ പിന്നിൽ നിന്നും പിശാച് പ്രവർത്തിക്കുന്നു. അതിന്റെ ആദ്യത്തെ രാജ്യമാണ് അശൂർ രാജ്യം. എങ്ങനെയാണ് അശൂർ രാജ്യം എന്ന് പറയുവാൻ സാധിക്കുന്നത്? ഇവിടെ പിശാച് ദൈവമക്കളെ അടിമയാക്കുവാൻ ശ്രമിക്കുകയും അടിമയാക്കി കൊണ്ടുപോവുകയും ചെയ്യുന്നതിന് അത് 1 ദിനവൃത്താന്തത്തിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും. അപ്പോൾ നിമ്രോദും നിനവയും എന്ന് പറയുന്നത്, ഇവിടെ നിമ്രോദും നിനവയും ഗ്രന്ഥകർത്താവ് എന്തിനെഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിമ്രോദാണ് രാഷ്ട്രങ്ങൾ പണിത് അല്ലെങ്കിൽ പട്ടണങ്ങൾ പണിതതിന്റെ പിതാവ്. അവൻ നിനവെ വരെ പണിത്. നിനവെ എന്ന് പറയുന്നത് നമ്മൾ നോക്കുമ്പോൾ എല്ലാ മ്ലേച്ഛതയും നിറഞ്ഞ ഒരു പട്ടണം. അപ്പോൾ അവൻ പണിത പട്ടണമെല്ലാം മ്ലേച്ഛത നിറഞ്ഞ പട്ടണമായിരുന്നു. അപ്പോൾ ആദ്യത്തെ പട്ടണം അസ്രിയ എന്നും അല്ലെങ്കിൽ നിനവെ അല്ലെങ്കിൽ അശൂർ അല്ലെങ്കിൽ ഷീനാർ ദേശം എന്നും നമ്മൾ കണ്ടു. അപ്പോൾ നിമ്രോദാണ് ആദ്യം പിശാച് ജലപ്രളയത്തിന് ശേഷം പിശാച് ഉപയോഗിച്ച് രാജാവാക്കി പിന്നിൽ നിന്നും പ്രവർത്തിച്ച ആദ്യത്തെ രാജാവ് നിമ്രോദ്. ആദ്യത്തെ രാജ്യം അസ്രിയ രാജ്യം. ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമുണ്ട്. ഇവിടെ തിങ്കളാഴ്ചത്തെ ഭാഗത്തിൽ വരുമ്പോൾ അബ്രഹാമിന്റെ വിളി, അബ്രഹാമിനെ വിളിച്ചപ്പോൾ കർത്താവായ യേശുക്രിസ്തു എന്ത് വാഗ്ദത്തമാണ് നൽകിയത്? നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രം പോലെ തീർച്ചയാണ് ദൈവം അവിടെ നൽകിയത്. ഇവിടെ അബ്രഹാമിനെ വിളിക്കുമ്പോൾ ദൈവം ആദ്യമായി അബ്രഹാമിനെ വിളിക്കുന്നത്, ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എപ്രകാരമുള്ള ആ വിളിക്കുന്നതിന്റെ ആ പ്രക്രിയ ഇവിടെ എഴുതി നമുക്ക് രേഖപ്പെടുത്തിയത് ഉൽപ്പത്തിയുടെ പുസ്തകം 12-ാം അധ്യായം അതിന്റെ 1ഉം 2ഉം വാക്യങ്ങൾ എടുത്തവർ വായിക്കാം. ഉൽപ്പത്തിയുടെ പുസ്തകം 12-ാം അധ്യായം അതിന്റെ 1ഉം 2ഉം വാക്യങ്ങൾ. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തതെന്നാൽ, നീ നിന്റെ ദേശത്തെയും കാഴ്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിക്കുന്ന ദേശത്തേക്ക് പോകാം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. മതി. ഇവിടെ അബ്രഹാമിനെ ദൈവം വിളിക്കുകയാണ്. വിളിച്ചിട്ട് എന്ത് ചെയ്യുന്നു? നിന്റെ
പിതൃഭവനത്തെ വിട്ടയച്ചു പോകുകയാണ് പറയാൻ, അവരെ വിട്ട് പോകുവാൻ പറയുകയാണ്. ഞാൻ നിന്നെ വലിയ ജാതിയാക്കും, നിനക്ക് കാണിക്കുവാനിരിക്കുന്ന പ്രദേശത്ത് നീ പോകുകയും ചെയ്യും. ആ കനാൻ ദേശം, അതിനെ സ്വർഗീയ കനാൻ ദേശത്തിന്റെ പ്രതീകമായി നിഴലായി കാണിക്കുന്നു. നീ പോകുകയും ചെയ്യുമെന്ന് പറയുന്നു. ഇവിടെ നിമ്രോദ് ഒരു ഭാഗത്ത് രാഷ്ട്രങ്ങളെല്ലാം പണിതു, നിമ്രോദ് എല്ലാവരെയും, അതായത് ഈ ബാബേൽ ഗോപുരം അതിനെ തച്ചുടച്ച് അതിൽ അവിടെ കലഹമുണ്ടായിരുന്നാലും പിശാച് അവിടെ പ്രവർത്തിച്ചു, നിമ്രോദിലൂടെ പ്രവർത്തിച്ചു. അവിടെ ഷീനാർ ദേശത്ത് ദേവന്റെ, പിശാചിന്റെ ഒരു ആരാധനാലയം അവിടെ ഉണ്ടാക്കി. അത് ബാബിലോൺ, അത് നമുക്ക് ദാനിയേലിന്റെ പ്രവചനം 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കും. അവിടെ ഷീനാർ ദേശം ദേവന്റെ ഒരു ക്ഷേത്രം ഉണ്ടാക്കുകയും ലോകം, അല്ലെങ്കിൽ വീണ്ടും ജലപ്രളയ, എന്തുകൊണ്ട് ദൈവം ജലപ്രളയം കൊണ്ട് ഭൂമിയെ ശുദ്ധീകരിച്ചോ അതേ അവസ്ഥ വന്നു എന്ന് കാണുവാൻ സാധിച്ചു. നിമ്രോദ് പല രാഷ്ട്രങ്ങളും ഇങ്ങനെ ഉണ്ടാക്കി. ആ സമയത്താണ് അസ്രിയ എല്ലാം ഇങ്ങനെ പുറപ്പെട്ട് അല്ലെങ്കിൽ ബലപ്പെട്ട് വരുന്നത്. അത് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. 700 കാലഘട്ടങ്ങൾ, അതിന് മുൻപുള്ള കാലഘട്ടങ്ങൾ അസ്രിയ ബാബിലോൺ എല്ലാം ശക്തിപ്പെട്ടു വരുന്ന കാലഘട്ടമാണ്. എല്ലായിടത്തും ദൈവത്തിന്റെ യഥാർത്ഥ ആരാധന നശിച്ച സമയത്താണ് ഇവിടെ അബ്രഹാമിനെ വിളിക്കുന്നത്. അബ്രഹാമിന് യഥാർത്ഥ ആരാധന എന്നതിനെ കുറിച്ച് അറിയില്ല, പക്ഷെ അബ്രഹാമിനെ വിളിച്ചതിന്റെ ഉദ്ദേശം അബ്രഹാം സത്യസന്ധനായിരുന്നു. അബ്രഹാമിന്റെ ജോലി എന്തായിരുന്നു? അബ്രഹാമിന്റെ ജോലി? വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്നത്, അപ്പനോട് കൂടെ ചേർന്ന് വിഗ്രഹങ്ങൾ ഉണ്ടാക്കി അബ്രഹാം ജോലി. എന്നാൽ അബ്രഹാമിന്റെ വേലയിലും അബ്രഹാമിന്റെ സ്വഭാവത്തിലും സത്യസന്ധനായിരുന്നു. അവന് ലഭിച്ച നിയമങ്ങൾ കൊണ്ടും അവന് ലഭിച്ച അറിവ് കൊണ്ടും അവൻ ഉന്നതിയിൽ മാക്സിമം സത്യസന്ധനായിരുന്നു. അബ്രഹാം പിതാവ്, അവനല്ല അദ്ദേഹം, അബ്രഹാം പിതാവ് സത്യസന്ധനായിരുന്നു. അപ്പോൾ സത്യസന്ധനായിരുന്നപ്പോൾ അബ്രഹാം പിതാവിനെ ഇവിടെ വിളിക്കുകയാണ്. നമ്മളും സത്യസന്ധനായിരിക്കുമ്പോൾ നമ്മളെയും അബ്രഹാമിന്റെ സന്തതി എന്ന് വിളിക്കും. ആരെ വിളിച്ചതുപോലെ? സഖായിയെ വിളിച്ചതുപോലെ. സഖായി ഇതെല്ലാം ചെയ്തിട്ടും യഹോവയുടെ വചനം കേട്ടു യേശുക്രിസ്തുവിനെ സ്വീകരിച്ചപ്പോൾ അവിടെ യേശുക്രിസ്തു സഖായോട് പറയുകയാണ്, ഇവനും അബ്രഹാമിന്റെ സന്തതിയാണ്. ആ സത്യസന്ധത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഇവിടെ സത്യസന്ധനായ അബ്രഹാമിനെ വിളിക്കുകയാണ്. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തതെന്തെന്നാൽ, നീ നിന്റെ ദേശക്കാരെയും ചാർച്ചക്കാരെയും വിട്ടുവാ, ഞാൻ നിന്നെ വലിയൊരു ദേശമാക്കും, നിനക്ക് ഞാൻ ഒരു ദേശം നൽകുമെന്ന് പറയുന്നു. നമ്മുടെ മനപ്പാഠവാക്യവും അത് തന്നെയാണ്. ഇവിടെ നിമ്രോദ് അബ്രഹാം നോക്കുമ്പോൾ അബ്രഹാമിന്റെ പിതൃഭവനം ഒരു രാഷ്ട്രത്തിന്റെ അല്ലെങ്കിൽ ഒരു ദേശത്തിന്റെ കീഴിലാണ്. ചുറ്റും അനേക ദേശങ്ങൾ, ശക്തിയുള്ള ദേശങ്ങളുണ്ട്, കാണത്തക്ക രാജാക്കന്മാരുണ്ട്. അപ്പോൾ കാണാത്തൊരു അശരീരി വരികയാണ്, അബ്രഹാമിനെ ഒറ്റയ്ക്ക് വിളിക്കുകയാണ്, കൂട്ടത്തിൽ ആരുമില്ല. എന്നിട്ട് അശരീരി പറയുകയാണ്, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ വലിയ ദേശമാക്കും. ഇവിടെ ഒരു ദേശം, ആ സമയത്ത് ഒരു പുതിയതായിട്ട് ഒരു ദേശം വന്നു കഴിഞ്ഞാൽ ചുറ്റുമുള്ള ദേശക്കാർ അവരടുത്ത് യുദ്ധം ചെയ്യുകയും ഈ ദേശത്തെ ആരാണോ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുന്നത് അവരുടെ വസ്തുവകകളും അവരുടെ എല്ലാം ആ ദേശക്കാർ കൊണ്ടുപോവുകയും ചെയ്യും. അങ്ങനെയുള്ള അവസ്ഥയിൽ ഇവിടെ അബ്രഹാമിനെ ഒരു അശരീരി വരികയും യഹോവ അബ്രഹാമിനെ വിളിച്ചിട്ട് പറയുന്നു, നിന്നെ ഞാൻ ഒരു ദേശം ആക്കുമെന്ന് പറയുകയാണ്. മനപ്പാഠവാക്യവും അത് തന്നെയാണ് പറയുന്നത് നമ്മോട്. മനപ്പാഠവാക്യം പറയുന്നത്, ഈ ലോകം കാണുന്ന രാഷ്ട്രങ്ങളോ സൂപ്പർ പവറോ ലോകത്തിലുള്ള ഒരു സുഖമോ ലോകത്തിലുള്ള വസ്തുവകകളോ ലോകത്തിലുള്ള നിങ്ങളുടെ ഒന്നുമല്ല, ഞാൻ ഇതാ നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം നിങ്ങൾക്ക് ഞാൻ സ്ഥാപിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അവളെ വിട്ട് പോരുവിൻ, ഈ ലോകത്തെ വിട്ട് പോരുവിൻ, ലോകസഭയെ വിട്ട് പോരുവിൻ എന്ന് ഒരു
വാഗ്ദത്തം, ഒരു വിളി ഇന്ന് രാത്രിയിൽ നമ്മുടെ ഹൃദയത്തിൽ ദൈവം വാതിൽക്കൽ വന്ന് മുട്ടുകയാണ്. അബ്രഹാമിനെ വിളിക്കുകയാണ്. നീ ചുറ്റും നോക്ക്. യഥാർത്ഥ ദൈവത്തെ ആരാധിക്കാത്ത രാഷ്ട്രങ്ങളാണ് ഉള്ളത്, രാജ്യങ്ങളാണ് ഉള്ളത്. എന്നാൽ നിന്നെ ഞാനൊരു വലിയ രാജ്യമാക്കും. അബ്രഹാമിനെ ഇവിടെ വിളിച്ചത് വരുവാനുള്ള പുതിയ ആകാശവും പുതിയ ഭൂമിയും പുതിയ യെരുശലേമിന്റെ ആദ്യത്തെ വിശ്വസിക്കുന്ന വിശ്വാസത്തിന്റെ പിതാവായിട്ടാണ്. ഒരിക്കൽ കൂടി ഞാൻ, ജലപ്രളയത്തിന് ശേഷം രാഷ്ട്രങ്ങളെല്ലാം കെട്ടിപ്പടുത്തി മനുഷ്യൻ സ്വർഗരാജ്യത്തെ കുറിച്ച് അറിയാതെ നടന്ന സമയത്ത് പുതിയ ആകാശവും പുതിയ ഭൂമിയും അത് കനാൻ ദേശത്തിലൂടെ നിഴലായിട്ട് യഥാർത്ഥത്തെ കാണിച്ചു കൊടുത്തിട്ട് അതിൽ വിശ്വാസത്തോടു കൂടി യാത്ര തിരിക്കുവാൻ ദൈവം ആദ്യമായി തെരഞ്ഞെടുത്ത വിശ്വാസത്തിന്റെ പിതാവാണ് അബ്രഹാം. ആ അബ്രഹാമിന്റെ വിളി കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചപ്പോൾ സഖായിയെയും വിളിച്ചു. അപ്പോസ്തലന്മാരിലൂടെ നമ്മളെയും അബ്രഹാമിന്റെ ആത്മീക സന്തതികളെന്നും വിളിക്കുന്നു. അങ്ങനെ അബ്രഹാമിന്റെ ആത്മീക വിശ്വാസത്തിന്റെ ആത്മീക സന്തതിയാകണമെങ്കിൽ ദൈവം ഇവിടെ പറഞ്ഞത് നിന്റെ പിതൃഭവനം വിട്ട് കനാൻ ദേശത്തേക്ക് യാത്ര ചെയ്യുക. ഇന്ന് ദൈവം നമ്മോട് അതിളിയാണ് വിളിക്കുന്നത്. നമ്മളുടെ ഈ ലോകം മോഹത്തെ വിട്ടിട്ട് സ്വർഗരാജ്യം, ആദ്യം നീ നിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം നിനക്ക് വന്നു ചേരും. എപ്രകാരം? മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അവസാന ഭാഗങ്ങളിൽ ഈ രാജ്യത്തിന്റെ സുവിശേഷം സകല ജാതികളിലും എത്തിക്ക്, ഞാനോ ലോക അവസാനത്തോളം എല്ലാം നാളും നിങ്ങളോട് കൂടി ഉണ്ടാകും. അബ്രഹാം അതേ വാഗ്ദത്തമാണ് നൽകിയത്. ഇസഹാക്കിനെ വിളിച്ചപ്പോഴും അതാണ് നൽകിയത്. യേശുക്രിസ്തുവിന്റെ സമയത്ത് സഖായെ വിളിച്ചപ്പോഴും അതാണ് നൽകിയത്. അപ്പോസ്തലന്മാരെ വിളിച്ചപ്പോഴും അതാണ് നൽകിയത്. ഇന്ന് നമ്മളെ വിളിക്കുമ്പോഴും അതേ വാഗ്ദത്വമാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ മറ്റ് രാഷ്ട്രങ്ങൾ ദൈവ വചനത്തിന് എതിരായി പ്രവർത്തിക്കുമ്പോൾ ഒരു പുതിയ രാജ്യം ദൈവം ഇതാ നമുക്ക് വേണ്ടി പണ്ട് മുതലേ നിർമ്മിച്ച് ചിന്തയിൽ വെച്ചിരിക്കുകയാണ്. ആ രാജ്യത്തിന്റെ ഒരു ഭാഗമാകുവാൻ അബ്രഹാമിനെ വിളിച്ചു. ഇവിടെ നമ്മൾ രാഷ്ട്രങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ ഇവിടെ രാഷ്ട്രങ്ങളെ ഉപയോഗിച്ചു എന്ന് നിമ്രോദിലൂടെ കെട്ടിപ്പടുത്തി എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ രാജ്യത്തിന്റെ ആദ്യത്തെ വിശ്വാസത്തിന്റെ പിതാവായ അബ്രഹാമിനെ ഇവിടെ വിളിക്കുകയാണ്. അതാണ് ഇവിടെ തിങ്കളാഴ്ചത്തെ ഭാഗത്തിൽ ഇവിടെ പറയുന്നത്. നമുക്ക് സമയം അതിക്രമിച്ചു, 10 മിനിറ്റേ ഉള്ളൂ. ചൊവ്വാഴ്ചത്തെ ഭാഗത്തിൽ ഇവിടെ പറയുന്നത് നിങ്ങൾ യാചിച്ചത് നൽകപ്പെട്ടു. 1 ശമൂവേൽ 8:4 മുതൽ താഴോട്ടുള്ള ഭാഗങ്ങൾ ആരെങ്കിലും വായിക്കാമോ? 1 ശമൂവേൽ 8:4, 5, 6 വാക്യങ്ങൾ വായിക്കാം. ആകയാൽ ഇസ്രായേൽ മൂപ്പന്മാർ എല്ലാവരും ഒന്നിച്ചുകൂടി രാമയിൽ ശമൂവേലിന്റെ അടുക്കൽ വന്നു. അവനോട്, നീ വൃദ്ധനായിരിക്കുന്നു, നിന്റെ പുത്രന്മാർ നിന്റെ നടക്കുന്നില്ല. ആകയാൽ സകല ജാതികൾക്കും ഉള്ളതുപോലെ ഞങ്ങളെ ഭരിക്കേണ്ടതിന് ഞങ്ങൾക്കൊരു രാജാവിനെ നിയമിച്ചു തരണമെന്ന് പറഞ്ഞു. ഞങ്ങളെ ഭരിക്കേണ്ടതിന് രാജാവിനെ മതിയോ? ഓക്കെ, ഞങ്ങളെ ഭരിക്കേണ്ടതിന് ഞങ്ങൾക്കൊരു രാജാവിനെ നിയമിച്ചു തരണമെന്ന് പറഞ്ഞു. ഞങ്ങളെ ഭരിക്കേണ്ടതിന് രാജാവിനെ തരണമെന്ന് അവർ പറഞ്ഞ കാര്യം ശൗമേലിന് അനിഷ്ടമായി. ശൗമേൽ യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ ശൗമേലിനോട് അരുളി ചെയ്തെന്നാൽ, ജനം നിന്നോട് പറയുന്ന സകലത്തിലും അവരുടെ അപേക്ഷ കേൾക്ക. അവർ നിന്നെയല്ല, ഞാൻ അവരെ ഭരിക്കാതെ വണ്ണം എന്നെയാകുന്നു ധരിച്ചിരിക്കുന്നത്. ഞാൻ അവരെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ച നാൾ മുതൽ ഇന്ന് വരെ അവർ എന്നെ ഉപേക്ഷിച്ചും അന്യദൈവങ്ങളെ സേവിച്ചും കൊണ്ട് എന്നോട് ചെയ്തതുപോലെ നിന്നോടും ചെയ്യുന്നു. ആകയാൽ അവരുടെ അപേക്ഷ കേൾക്ക. എങ്കിലും അവരോട് ഘനമായി സാക്ഷീകരിച്ച് അവരെ വരുവാനിരിക്കുന്ന രാജാവിന്റെ ന്യായം അവരോട് അറിയിക്കണം. മതി.
ഇനി 18 വാക്യം വായിക്കാം, അതേ അധ്യായം. നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന രാജാവിന്റെ നിമിത്തം നിങ്ങൾ അന്ന് നിലവിളിക്കും, എന്നാൽ യഹോവ അന്ന് ഉത്തരമരുളുകയില്ല. മതി. ഇവിടെ അബ്രഹാമിനെ ദൈവം വിളിച്ചു, വലിയ ജനതയാക്കി, ഇസ്രായേൽ മക്കൾ എന്ന് തിരഞ്ഞെടുത്തു. ഇസ്രായേൽ മക്കളെ ദൈവം വഴി നടത്തിയത് ഏറ്റവും വലിയ വഴി നടത്തൽ ആയിരുന്നു. ഇസ്രായേൽ മക്കൾ അവർ ദൈവത്തിന് എതിരായി പ്രവർത്തിച്ചു. മിസ്രൈമിൽ അവർ അടിമത്തത്തെ ആയിപ്പോയി. എന്നിരുന്നാലും ദൈവം അവരെ വിളിച്ച് വേർതിരിച്ച് അബ്രഹാമിന് കൊടുത്ത ആ ഒരു വാഗ്ദത്തം അവിടെ ഒരു രാജ്യമായി അവിടെ കൊണ്ടു നടത്തി. എന്നാൽ ശമൂവേൽ പ്രവാചകന്റെ സമയത്ത് അന്ന് രാജാക്കന്മാരാരും ഇവിടെ ഇസ്രായേൽ മക്കളിൽ ഇല്ലായിരുന്നു. ഉപദേഷ്ടകന്മാരും പ്രവാചകന്മാരും അതേപോലെ തന്നെ പുരോഹിതന്മാരുമായിരുന്നു ഉണ്ടായിരുന്നത്. ദൈവം അവരിലൂടെയാണ് സംസാരിച്ചിരുന്നത്. കാരണം അവർക്ക് ഒരേ ഒരു രാജാവ് കർത്താവായ യേശു ക്രിസ്തു തന്നെയായിരുന്നു. എന്നാൽ അവിടെ നാം വായിച്ചതുപോലെ ഇവിടെ 1 ശമൂവേലിന്റെ പ്രവചനം 1 ശമൂവേലിന്റെ പുസ്തകം 8-ാം അധ്യായം അതിന്റെ 4 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ആദ്യമായി ഇസ്രായേൽ മക്കൾ ഭൂമിയിലെ ഒരു രാഷ്ട്രത്തെ പോലെ ആകുവാൻ ശ്രമിക്കുകയാണ്. മറ്റുള്ള രാഷ്ട്രത്തെ പോലെ നമുക്കും ഒരു രാജാവിനെ വേണം. ഏത് രാജാവിനെയാണ് ശമൂവേൽ ആദ്യം ദൈവം ശമൂവേലിലൂടെ തിരഞ്ഞെടുത്ത് കൊടുത്തത്? അപ്പോൾ ഇവിടെ ദൈവം പറയുകയാണ്, ശമൂവേലിനോട് പറയുകയാണ്, നിന്നെ അല്ല അവർ ത്യജിച്ചിരിക്കുന്നത്, നിന്നിലൂടെ നൽകുന്ന വാക്ക് കേൾക്കാതെ എന്നെയാണ് ത്യജിച്ചിരിക്കുന്നത്. അവർക്കിപ്പോൾ ഈ ലോകത്തെ പോലെയുള്ള രാജ്യമാണ് വേണ്ടത്. ദൈവം തെരഞ്ഞെടുത്ത ദൈവത്തിന്റെ കൂട്ടായ്മ, ദൈവം തെരഞ്ഞെടുത്ത ദൈവത്തിന്റെ കുടുംബം, ദൈവം തെരഞ്ഞെടുത്ത ദൈവത്തിന്റെ സഭ ഇന്ന് ലോകത്തിന്റെ രാജാവിന്റെ ഭരണത്തെ പോലെ, ലോകത്തിന്റെ ജീവിത ശൈലിയെ പോലെ ജീവിക്കണോ അതോ ദൈവത്തിന്റെ വചനപ്രകാരം ജീവിക്കണോ എന്ന തീരുമാനം ഇന്നെടുക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇവിടെ മറ്റു രാഷ്ട്രങ്ങളെല്ലാം പിശാച് അധികാരവും സ്വന്തം സിംഹാസനവും നൽകി ദൈവത്തിന്റെ മക്കൾക്ക് എതിരായി പ്രവർത്തിക്കുവാൻ നിൽക്കുമ്പോൾ ദൈവം വിളിച്ചെടുത്ത ദൈവത്തിന്റെ ഒരേ ഒരു രാജ്യമാണ് അബ്രഹാമിന്റെ രാജ്യം, ഇസ്രായേൽ മക്കൾ. അതേ ഇസ്രായേൽ മക്കൾ ലോകരെ പോലെ വിഗ്രഹാരാധനയും ധനത്തിനോടുള്ള മോഹവും സത്യസന്ധതയും എല്ലാം വിട്ടുകൊണ്ട് അവർക്ക് ലോകത്തിലോ പോലെ ജീവിക്കണം, ലോകരെ പോലെയുള്ള ഒരു രാഷ്ട്രം വേണം എന്നിവിടെ പറയുന്നു. അതിന്റെ തിക്ത അനുഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുധനാഴ്ചത്തെ ഭാഗത്തിൽ വരുമ്പോൾ ജാതികളുടെ ഭരണ അധികാരികൾ എന്ത് ചെയ്തു? ഈ ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തിന്റെ ജനങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നപ്പോൾ അവരുടെ മേൽ അടിമത്തം വലിച്ചു വെച്ചു, അവരുടെ മേൽ പീഡനം അയച്ചുവിട്ടു. അവരെ കൊണ്ട് തന്നെ ദൈവത്തിന്റെ വചനത്തെ നശിപ്പിക്കുവാൻ ശ്രമിച്ചു. എങ്ങനെ നശിപ്പിച്ചു? അവർക്ക് ദൈവത്തിന്റെ വചനം, ബൈബിൾ അല്ലെങ്കിൽ ദൈവത്തിന്റെ ചുരുളുകളും എല്ലാം വീട്ടിലുണ്ടായിരുന്നാലും അവരുടെ സ്വഭാവവും ജീവിത ശൈലിയും ലോകരെ പോലെ ആയിരുന്നു. അങ്ങനെ ജാതികൾ ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തിന്റെ ആ ഒരു കൂട്ടായ്മ ഇസ്രായേൽ മക്കൾ പിന്നെ യഹൂദരായി. ആ ജനങ്ങൾ യഹൂദ രാജ്യത്ത് പിന്നെ യെരുശലേം ദേവാലയത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനന സമയത്ത് യേശുക്രിസ്തുവിന്റെ കൂടെ ചേർന്ന് നിന്ന് വേല ചെയ്യേണ്ട യെരുശലേം ദേവാലയവും യെരുശലേം രാജ്യവും യേശുക്രിസ്തുവിന് എതിരായി തീർന്നു. വേലാഴ്ചത്തെ ഭാഗത്തിൽ ജാതികൾക്ക് ഒരു വെളിച്ചം. ഇവിടെ സംഖ്യാപുസ്തകം 14-ാം അധ്യായം 17 മുതൽ 21 വരെയും ഇവിടെ
യെശയ്യാവിന്റെ പ്രവചനം 42:6, 49:6, 60:3, വെളിപ്പാട് പുസ്തകം 18:1, 14 വായിക്കുവാൻ പറയുകയാണ്. നമുക്ക് യെശയ്യാവിന്റെ പ്രവചനം 60:3 നമുക്കൊന്ന് വായിക്കാം. യെശയ്യാവിന്റെ പ്രവചനം 60:3. യെശയ്യാവിന്റെ പ്രവചനം 60-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ജാതികൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയ ശോഭയിലേക്കും വരും. ആമേൻ. അവിടെ വന്നു. ഇത് യേശുക്രിസ്തുവിന്റെ ജനന സമയത്ത് നിറവേറുവാനുള്ള, യേശുക്രിസ്തു രാജ്യത്വം പ്രാപിക്കുമ്പോൾ നിറവേറുവാനുള്ള പ്രവചനമാണ് നമ്മൾ ഇവിടെ വായിച്ചത്. ജാതികൾക്ക് അങ്ങനെ യേശുക്രിസ്തു ഒരു വെളിച്ചമായി തീർന്നു. യേശുക്രിസ്തുവിന്റെ ക്രൂശി മരണം ഒരു വെളിച്ചമായി തീർന്നു. യേശുക്രിസ്തുവിന്റെ 33.5 വർഷം അല്ലെങ്കിൽ അതിൽ 3.5 വർഷത്തെ പരസ്യ ശുശ്രൂഷ അവിടെ വെളിച്ചമായി തീർന്നു. യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് വെളിച്ചമായി തീർന്നു. യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണം വെളിച്ചമായി തീർന്നു. ഇതെല്ലാം നാം ചരിത്രത്തിൽ വായിക്കുമ്പോൾ യേശുക്രിസ്തു പറഞ്ഞ വാക്കും നാം മറന്നുപോകും. നാം ഇതെല്ലാം ചരിത്ര യേശുക്രിസ്തു ഇവിടെ ജനിച്ചുവെന്നും ഇവിടെ ജീവിച്ചുവെന്നും ഈ പറയുന്ന രാഷ്ട്രങ്ങളെല്ലാം ഇവിടെ ഉണ്ടായിരുന്നുവെന്നും ചരിത്രകാരന്മാർ പറയുമ്പോൾ യേശുക്രിസ്തുവിന്റെ വാക്ക് അത് സത്യസന്ധമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. യേശുക്രിസ്തുവിന്റെ വാക്കും നമ്മൾ മറക്കരുത്. ഞാൻ ഇതാ പോകുന്നു, ഞാൻ നിങ്ങൾക്ക് ഒരു സ്ഥലം ഒരുക്കുവാൻ, ഞാൻ ഇരിക്കേണ്ടടുത്ത് നിങ്ങളും ഇരിക്കേണ്ടതിനെ വീണ്ടും. അതാണ് നമ്മുടെ വാക്യം. ദാനിയേലിന്റെ പ്രവചനം 7-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവൻ ആധിപത്യവും മഹത്വവും രാജ്യത്വവും ലഭിച്ചു. അവന്റെ ആധിപത്യവും നീങ്ങിപ്പോകാത്ത ആധിപത്യവും അവന്റെ രാജ്യത്വം നശിച്ചു പോകാത്തതുമാണ്. രാഷ്ട്രങ്ങൾ എന്ന് പറയുമ്പോൾ 7 രാഷ്ട്രങ്ങൾ ജലപ്രളയത്തിന് ശേഷവും യേശുക്രിസ്തുവിന് വരവിന് മുൻപും യേശുക്രിസ്തുവിന്റെ രാജ്യത്തിനെതിരായി നിൽക്കും. യേശുക്രിസ്തുവിന് ഒരേ ഒരു രാഷ്ട്രമേ ഉള്ളൂ, ഒരേ ഒരു രാജ്യമേ ഉള്ളൂ, പുതിയ യെരൂശലേം, സ്വർഗ്ഗരാജ്യം. അതിന് എതിരായി നിൽക്കുന്ന 7 രാഷ്ട്രങ്ങൾ. അതിന്റെ തുടക്കം നിമ്രോദും അശ്ശൂർ രാജ്യവും അല്ലെങ്കിൽ അസിറിയ രാജ്യവുമാണ് എന്ന് നമ്മൾ ഇപ്പോൾ ഇവിടെ വായിച്ചു. യേശുക്രിസ്തുവിന്റെ ആ പുതിയ യെരൂശലേമിൽ ആദ്യമായി തിരഞ്ഞെടുത്ത വിശ്വാസത്തിന്റെ പിതാവ് അബ്രഹാമിന്റെ സന്തതി. അബ്രഹാം അതിന്റെ സന്തതികളാകുവാനാണ് ദൈവം നമ്മളെ ഇന്ന് വാതിൽക്കൽ വന്ന് മുട്ടുന്നത്. എന്നാൽ ഇസ്രായേൽ മക്കൾ ലോകത്തിന്റെ രാജാവിനെ ആഗ്രഹിച്ചതുപോലെ ഇന്ന് സെവന്ത് അഡ്വന്റിസ്റ്റുകാർ, പുനരാഗമനകാംക്ഷികൾ, യേശുക്രിസ്തുവിന്റെ 2-ാം വരവ് കാത്തിരിക്കുന്നവർ, പുതിയ യെരൂശലേമിൽ പോകുവാൻ ആഗ്രഹിക്കുന്നവർ ലോകത്തിന്റെ ഒരു ചിന്തയിലും പോകാതെ ദൈവത്തെ മുറുകെ പിടിച്ച് ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ കർത്താവായ യേശുക്രിസ്തു സ്ഥാപിക്കുന്ന ആ രാജ്യത്വത്തിൽ നമുക്കൊരു പൗരത്വം ഉണ്ടായിരിക്കും, നമുക്കൊരു നിത്യജീവൻ ഉണ്ടായിരിക്കും. കണ്ണുനീരും ദുഃഖവും നെടുവീർപ്പും ഇല്ലാത്ത ആ രാജ്യത്തിലേക്ക് പോകുവാനാണ് നാം ഒരുങ്ങേണ്ടത്. അതിന് ആ രാജ്യത്തിൽ പോകാതിരിക്കുവാൻ അല്ലെങ്കിൽ ആ രാജ്യത്തിൽ പോകുന്നവരെ തടസ്സപ്പെടുത്തുവാൻ പിശാച് ഉപയോഗിക്കുന്ന 7 മഹാരാഷ്ട്രത്തിന്റെ ആ രാഷ്ട്രത്തിന്റെ ഉത്ഭവവും അതിന്റെ സൃഷ്ടാവും ആദ്യത്തെ രാജ്യം ഏതാണെന്നും നാം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്, അസിറിയ രാജ്യം. ഇനി അടുത്ത ഭാഗത്ത് ബാക്കിയുള്ളതും നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് സ്വർഗരാജ്യം നിശ്ചയമാണ്. അതിനെ തകർക്കുവാൻ, നമ്മളെ അതിൽ നിന്നും തകർത്തു മാറ്റുവാൻ ഇന്ന് പിശാച് ലോകരാഷ്ട്രങ്ങളെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് നാം മനസ്സിലാക്കിക്കൊണ്ട് ദൈവവചന പ്രകാരം മുറുകെ പിടിച്ച് ജീവിച്ച് പ്രാർത്ഥനയോടും വിശ്വാസത്തോടും കൂടെ ജീവിക്കുകയാണെങ്കിൽ സ്വർഗരാജ്യത്തിൽ നമുക്ക് കടക്കുവാൻ സാധിക്കും. അതിനായി ദൈവം നമ്മളെ ഓരോ വ്യക്തികളെയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്ന ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ ദൈവമേ, അങ്ങയുടെ കൃപയാൽ നിറച്ചു രാഷ്ട്രങ്ങൾ, ദൈവത്തിന്റെ ഒരേ ഒരു രാഷ്ട്രവും ഒരേ ഒരു രാജ്യവും ജലപ്രളയത്തിന് ശേഷവും യേശുക്രിസ്തുവിന്റെ വരവിന് മുൻപും 7 രാജ്യങ്ങൾ പിശാച് ദൈവരാജ്യത്തിനെതിരെ, ദൈവരാജ്യത്തിൽ പോകുവാനിരിക്കുന്ന ദൈവമക്കൾക്കെതിരെ പ്രവർത്തിക്കുമെന്നതിനെ കുറിച്ചുള്ള ആരംഭത്തിനെ കുറിച്ച് നമ്മൾ പഠിച്ചു.
ദൈവമേ ഇത് തുടർന്ന് പഠിക്കുവാൻ ദൈവം അടിയങ്ങളെ സഹായിക്കണമേ. എല്ലാം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. സ്തോത്രം. വളരെ നല്ല ഒരു പാഠപഠനമായിരുന്നു. രാഷ്ട്രങ്ങൾ ഭാഗം 1. നമ്മൾക്കറിയാത്ത പല കാര്യങ്ങളും നമുക്ക് പഠിക്കുവാൻ കഴിഞ്ഞു. ഇത് ഗ്രഹിക്കാൻ വേണ്ട കൃപ സ്വർഗത്തിൽ ദൈവം നമുക്ക് തരട്ടെ. നമുക്ക് ഒരു കാര്യം വ്യക്തമാണ്, ഈ ലോകം നമ്മുടേതല്ല, ഈ ലോകം ശാശ്വതമല്ല. ശാശ്വതമായ ഒരു ഭവനം നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കുന്നുണ്ട്. ആ ഭവനത്തിൽ നമ്മൾ എത്തിച്ചേരണമെങ്കിൽ ഇന്ന് പഠിച്ച പാഠങ്ങൾ, അബ്രഹാമിന്റെ ജീവിതം വിളിച്ചപ്പോൾ വിട്ടുപോകുന്നില്ല. തന്റെ പ്രതിഭവനത്തെയും തന്റെ ചാച്ചക്കാരെ സ്വന്തക്കാരെ എല്ലാം വിട്ട് കർത്താവ് കാണിപ്പാനിരിക്കുന്ന ആ സ്ഥലത്തേക്ക് പോകാൻ തക്കോണം അബ്രഹാം ഒരുങ്ങി. നമ്മളും അതുപോലെ തന്നെ നമ്മളെ കർത്താവ് പേർ ചൊല്ലി വിളിച്ചിരിക്കുകയാണ്. വിളിച്ചവൻ വിശ്വസ്തനാണ്. അപ്പോൾ നിത്യരാജ്യം, ഇന്ന് ഞാൻ ഒരാളോട് സംസാരിക്കുകയുണ്ടായി, ഈ ലോകത്തിന്റെ ഭരണത്തെ കുറിച്ചൊക്കെ സംസാരിച്ച് പറഞ്ഞു, ഇതൊക്കെയും താൽക്കാലികമാണ്. കൈ തൊടാതെ ഒരു കല്ല് വന്ന് ഈ രാജ്യം മുഴുവൻ തച്ചുടച്ച് നിത്യമായ ഒരു രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കും. അത് എത്രയും പെട്ടെന്ന് അത് സാധിക്കുമെന്ന് ഞാൻ ഇന്ന് ഈ പാഠം എനിക്ക് ശരിക്കും അത്ര മനസ്സിലായില്ലെങ്കിലും ഞാൻ അത് ഒരാളോട് സംസാരിച്ചെന്ന് അത് തന്നെ സാറെന്ന് പറയുകയും ചെയ്തു. നിത്യമായ ഒരു രാജ്യം കർത്താവ് നമുക്ക് ഉണ്ടാകും. അവിടെ മാത്രമേ നമുക്ക് സമാധാനം ലഭിക്കുകയുള്ളൂ. ഈ ലോകം നമുക്ക് സമാധാനം തരില്ല. അതുകൊണ്ട് നമ്മൾ ഇന്ന് പഠിച്ചതുപോലെ വിട്ടുപോകേണ്ടതിനെ വിട്ടുപോകുന്നുകൊണ്ട് നമുക്ക് ആ നിത്യരാജ്യത്തിന്റെ അംഗങ്ങളായി തീരാം. അതിന് നമുക്ക് ദൈവത്തിന്റെ കൃപ വേണം, ദൈവത്തിന്റെ കരുണ വേണം, സ്നേഹം വേണം. അവന്റെ സാന്നിധ്യം നമ്മളോട് കൂടി എപ്പോഴും ഉണ്ടായിരിക്കണം. അബ്രഹാമിനെ വിളിച്ച പോലെ നമ്മളെ ഓരോരുത്തരെയും വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വിളിച്ച്, വിവിധ കുടുംബങ്ങളിൽ നിന്ന് വിളിച്ച് വേർതിരിച്ച് നിർത്തിയിരിക്കുകയാണ് ഒരു ദേശത്ത് ഓരോരുത്തരായിട്ട്. അവിടെ നമുക്ക് ഒന്നിച്ച് കാണണം, കുടുംബമായി സന്തോഷിക്കുവാൻ തക്കോണം ദൈവം ഇടയാക്കട്ടെ. പാഠം പഠിപ്പിച്ച സാറിന് പ്രത്യേകം നന്ദി പറയുകയാണ്. ശരിക്കും സാറ് സമയം എടുത്ത് പഠിപ്പിക്കേണ്ടതാണ്. ഒത്തിരി സമയം വേണം. സാറിന് കുറച്ചും കൂടെ സമയം എടുക്കാമായിരുന്നു. ഒരു 9-10 വരെയൊക്കെ സാറിന് പോകാം. കാരണം 9:30 നമുക്ക് കയറിയാൽ മതി. അപ്പം എന്നാലും എന്ന് പറഞ്ഞാൽ അതിൽ അടങ്ങിയിരിക്കുന്ന സകല സാരാംശങ്ങളും സാറ് പറഞ്ഞു കഴിഞ്ഞു. മനസ്സിലാക്കേണ്ടവർക്കെല്ലാം മനസ്സിലായി കാണും. അതുകൊണ്ട് നമുക്ക് കാതലായി മനസ്സിലാക്കേണ്ടത് ഈ ലോകം ശാശ്വതമല്ല. കണ്ണുനീരും ദുഃഖവും പ്രയാസവും നിറഞ്ഞ ഈ ലോകത്തിൽ നമുക്ക് ഇനി മുന്നോട്ട് സമാധാനം ഒന്നും ലഭിക്കത്തില്ല. പക്ഷെ നിത്യമായ സമാധാനം സ്വർഗത്തിൽ നിന്ന് നമുക്ക് നമ്മുടെ കർത്താവ് തരും. അവിടെ നമ്മളെല്ലാവരും കാണണം. അതിനുവേണ്ടി നമുക്ക് പ്രവർത്തിക്കാം, പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ല പാഠം നമുക്കായി പറഞ്ഞു തന്ന, നമ്മളെ പഠിപ്പിച്ച സാറിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് നമ്മുടെ അവസാന ഭാഗത്തിലേക്ക് നമ്മൾ വന്നിരിക്കുന്നു.